सभी दोस्तों को भैया डीजी हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम एक विशिष्ट शब्द के बारे में पढ़ेंगे। हाँ दोस्तों, आपको अब मालूम होगा कि विशिष्ट शब्द क्या है। हाँ, पारिभाषिक शब्द। पारिभाषिक शब्द के बारे में हम आज की कक्षा में पढ़ेंगे। पारिभाषिक शब्द क्या है, पारिभाषिक शब्द किन किन क्षेत्रों में हम प्रयोग करते हैं और कुछ पारिभाषिक शब्द भी हम आज की कक्षा में जान लेंगे। എല്ലാ കൂട്ടുകാർക്കും DG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വിശിഷ്ട വാക്കിനെ പറ്റിയാണ്. അതെ, വിശിഷ്ട വാക്ക് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ്, അതായത് നമ്മുടെ വിഷയം ഇതാണ്, പാരിഭാഷിക ശബ്ദ്. പാരിഭാഷിക ശബ്ദ് എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ടെക്നിക്കൽ വേർഡ് എന്നാണ് അർത്ഥം. അതായത് ഒരു പ്രത്യേക മേഖലയിൽ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പാരിഭാഷിക ശബ്ദ് എന്ന് പറയുന്നത്. അപ്പോൾ പാരിഭാഷിക ശബ്ദ് എന്താണ്, അത് ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കുറച്ച് പാരിഭാഷിക ശബ്ദ് അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാരിഭാഷിക ശബ്ദ് എന്താണെന്നും ആ പാരിഭാഷിക ശബ്ദ് ഏതൊക്കെ മേഖലയിലാണ് പ്രയോഗിക്കുന്നതെന്നും മനസ്സിലാകും. നമ്മുടെ +1 +2 ക്ലാസ്സുകളിൽ 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പാരിഭാഷിക ശബ്ദ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ പാരിഭാഷിക വേർഡുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനുള്ളത്. 8 മാർക്ക് കിട്ടും. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ആരംഭിക്കാം. പാരിഭാഷിക ശബ്ദ് डेफिनेशन आते നമുക്ക് മനസ്സിലാക്കാം. पारिभाषिक शब्द ऐसे शब्दों को कहते हैं. पारिभाषिक शब्द ऐसे शब्दों के कहते हैं जो सामान्य व्यवहार की भाषा के शब्द ना होकर भौतिकी, रसायन, प्राणी विज्ञान, दर्शन, गणित, इंजीनियरिंग, विधि, वाणिज्य, अर्थशास्त्र, मनोविज्ञान, भूगोल आदि ज्ञान विज्ञान के विभिन्न क्षेत्रों के विशिष्ट शब्द होते हैं और जिनकी अर्थ सीमा सुनिश्चित और परिभाषित होती है. पारिभाषिक शब्द ऐसे शब्दों के कहते हैं. പാരിഭാഷിക ശബ്ദ, അതായത് പാരിഭാഷിക വാക്ക് ഇതിനെയാണ് പറയുന്നത്. ജോ സാമാന്യ വ്യവഹാരക്ക് ഭാഷാക്ക് ശബ്ദ നാ ഹോക്കർ, അതായത് ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ സാമാന്യമായിട്ട് ഉപയോഗിക്കുന്ന ഭാഷയിലെ ശബ്ദങ്ങളല്ല ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെയോ ഭൗതികി എന്ന് പറഞ്ഞാൽ ഫിസിക്സ് എന്നാണ്. ഭൗതികി ഫിസിക്സ്. രസായൻ കെമിസ്ട്രി. प्राणी विज्ञान सुवोलॉजी, दर्शन फिलोसफी, गणित मैथमेटिक्स, इंजीनियरिंग അത് എഞ്ചിനീയറിങ്ങിൻ്റെ എന്താണെന്നും പറയും. എഞ്ചിനീയറിംഗ്. വിധി ലോ. വാണിജ്യ കൊമേഴ്സ്. അർത്ഥശാസ്ത്ര എക്കണോമിക്. मनोविज्ञान साइकोलॉजी, भूगोल ज्योग्राफी आदि ज्ञान विज्ञान के विभिन्न क्षेत्रों में, അതായത് സയൻസിൻ്റെ മേഖലയിലുള്ള ഇതെല്ലാം വിജ്ഞാൻ വിജ്ഞാനിക്ക് വിഭിന്ന ക്ഷേത്രവും, അതായത് നമ്മുടെ അറിവിൻ്റെയും സയൻസിൻ്റെയും വിഭിന്ന മേഖലകളിൽ വിശിഷ്ട ശബ്ദ ഹോത്തെ ഹെ. അപ്പം നമ്മുടെ അറിവിൻ്റെയും സയൻസിൻ്റെയും മേഖലയിൽ ഉപയോഗിക്കുന്ന വിശിഷ്ടമായ വാക്കുകളെയാണ് നമ്മൾ പാരിഭാഷിക ശബ്ദ് എന്ന് പറയുന്നത്. ജിൻകി അർത്ഥ സീമ സുനിശ്ചിത ഓർ പാരിഭാഷിത് ഹോത്തി ഹെ. അതായത് ഇതിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സുനിശ്ചിതവും അത് പാരിഭാഷിതമായിരിക്കും. അതാണ് പാരിഭാഷിക ശബ്ദ്. അപ്പോൾ പാരിഭാഷിക ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വിശിഷ്ട മേഖലയിൽ, അതായത് സയൻസ് ആയിരുന്നാലും അറിവിൻ്റെ മേഖലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സയൻസിൻ്റെ വിഭിന്ന ബ്രാഞ്ചുകളാണ് നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ സുവോളജി,
പിന്നെ എന്താണ് കൊമേഴ്സ്, അർത്ഥശാസ്ത്ര, മനോവിജ്ഞാനം, എന്താണ് സൈക്കോളജി, ജോഗ്രഫി മുതലായ സയൻസിൻ്റെ വിഭിന്ന ബ്രാഞ്ചുകളിൽ ഉപയോഗിക്കുന്ന വിശിഷ്ടമായ വാക്കുകളെയാണ് നമ്മൾ പാരിഭാഷിക ശബ്ദ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ബാങ്കിങ് ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു വിശിഷ്ടമായ വേർഡുകളുണ്ട്. അതുപോലെ പോസ്റ്റ് ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന വിശിഷ്ടമായ വാക്കുകളുണ്ട്. പിന്നെ നമ്മൾ റെയിൽവേയിൽ ഉപയോഗിക്കുന്നത്, അങ്ങനെ അനേകം മേഖലകളിൽ ഉപയോഗിക്കുന്ന വിശിഷ്ടമായ വാക്കുകളെയാണ് നമ്മൾ പാരിഭാഷിക ശബ്ദ് എന്ന് പറയുന്നത്. നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴും ബാങ്കിൽ പോകുമ്പോഴും അവിടെ കുറേ ഇതേപോലത്തെ വാക്കുകൾ എഴുതി വച്ചിരിക്കുന്നത് കാണാം. ഹിന്ദിയും അതിൻ്റെ താഴെയായിട്ട് ഇംഗ്ലീഷും. അപ്പോൾ അത്തരം വിശിഷ്ട മേഖലകളിൽ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പാരിഭാഷിക ശബ്ദ് എന്ന് പറയുന്നത്. അത് സാമാന്യ ഭാഷയിലെ വാക്കുകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ പ്രയോഗിക്കുന്ന വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമാണ് പാരിഭാഷിക ശബ്ദ്. അപ്പോൾ പാരിഭാഷിക ശബ്ദ് എന്തെന്ന് ചോദിച്ചാൽ विशिष्ट क्षेत्रों में प्रयुक्त शब्द इसे हम पारिभाषिक शब्द कहते हैं. विशिष्ट क्षेत्र का मतलब क्या है? उदाहरण के लिए विज्ञान के क्षेत्र में, बैंकिंग क्षेत्र में और पोस्ट ऑफिस और रेलवे आदि के क्षेत्र में प्रयुक्त विशिष्ट शब्द को हम क्या कहते हैं? पारिभाषिक शब्द कहते हैं. സിംപ്ലി നമ്മൾ ഇത്രയാണ് പാരിഭാഷിക ശബ്ദ് എന്തെന്ന് മനസ്സിലാക്കാനുള്ളത്. അതായത് ഭാഷയിൽ പ്രയോഗിക്കുന്ന വിശിഷ്ടമായ ശബ്ദങ്ങളെയാണ് പാരിഭാഷിക ശബ്ദ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥസീമ സുനിശ്ചിതമായിരിക്കും, ഇത് പാരിഭാഷികമായിരിക്കും. ഇതാണ് പാരിഭാഷിക ശബ്ദ്. അപ്പോൾ നമുക്കിനി കുറച്ച് പാരിഭാഷിക ശബ്ദ്, അതായത് ടെക്നിക്കൽ വേർഡ് കുറച്ചൊന്ന് നമുക്ക് പരിചയപ്പെടാം. ആക്സിലറേഷൻ, ത്വരൺ. ആക്സിലറേഷൻ പറയുന്നതാണ് ത്വരൺ. അക്കൗണ്ടൻസി, ലേഖാശാസ്ത്ര. അഡ്വാൻസ്, പ്രേഷകി എന്നും പറയും, അഗ്രിം എന്നും പറയും. അഫിഡവിറ്റ്, ശബദ് പത്ര. ആൾജിബ്ര, ബീജഗണിത. ആൾജിബ്രയൊക്കെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ആർക്കിയോളജി, പുരാതത്വശാസ്ത്രം. അറ്റ്മോസ്ഫിയർ, വായുമണ്ഡൽ. ആറ്റം, പരമാണു. ആവറേജ്, ഔസത്ത്. ബാക്ടീരിയ, ജീവാണു. ബയോഡൈവേഴ്സിറ്റി, ജൈവ വിവിധത. ഒരു നല്ലൊരു വാക്കാണ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വിവിധത. ബയോകെമിസ്ട്രി, ജൈവ രസായൻ. ബ്ലഡ് പ്രഷർ, രക്തചാപ്. ഈ വാക്കും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ബ്ലഡ് പ്രഷർ, രക്തചാപ്. ബോറോവർ, ഉദാരകർത്ത. ബോട്ടണി, വനസ്പതി വിജ്ഞാൻ. സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് ബോട്ടണി. അതിന് പറയുന്നത് വനസ്പതി വിജ്ഞാൻ. സർട്ടിഫിക്കറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സർട്ടിഫിക്കറ്റ്, പ്രമാൺപത്ര. സെസ്, ഇതും ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് വാക്കാണ്. സെസ്, ഉപകർ. കെമിസ്ട്രി, ഇതും ചോദിച്ച ഒരു വാക്കാണ് കെമിസ്ട്രി. രസായൻ വിജ്ഞാൻ. കെമിസ്ട്രി, രസായൻ വിജ്ഞാൻ. കൊളോണിസം, ഉപനിവേശവാദ്. കൊളോണിസം, ഉപനിവേശവാദ്. കൊമേഴ്സ്, വാണിജ്യ. കോപ്പിറൈറ്റ്, നല്ലൊരു വാക്കാണ് കോപ്പിറൈറ്റ്. സർവാധികാർ. ഡിസ്കൗണ്ട്, ബട്ട. എക്ലിപ്സ്, ഗ്രഹൺ.
ഇക്ലിപ്സ് ഗ്രഹൺ, ഇക്കോളജി പാരിസ്ഥിതികി, എക്കണോമിക്സ് അർത്ഥശാസ്ത്ര, എനർജി ഊർജ, ഇക്വേഷൻ സമീകരൺ, ജോഗ്രഫി ഭൂഗോൾ, ജാമട്രി രേഖാഗണിത, ഗ്രാവിറ്റേഷൻ ഗുരുത്വാകർഷൺ, ഹ്യൂമാനിറ്റീസ് മാനവികി, ലിബറലിസം ഉദാരതാവാദ, ഓഡ് നമ്പർ വിഷമസംഖ്യ, പാറ്റേൺ പ്രതിമാൻ, പ്രസന്റ് പ്രതിശത്, ഫിലോസഫി ദർശൻശാസ്ത്ര. ഇത്തരം വാക്കുകൾ നിങ്ങൾ പറഞ്ഞു പഠിക്കുക, അപ്പം നിങ്ങളുടെ മനസ്സിലിരിക്കും. ഫിലോസഫി, ദർശൻശാസ്ത്ര, ഫിസിക്സ് ഭൗതികി. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതാണ് ഫിസിക്സ് ഭൗതികി. ഈ വിഷയങ്ങൾ സയൻസിൻ്റെ ബ്രാഞ്ചുമായിട്ടും അതേപോലെ കൊമേഴ്സിൻ്റെ ബ്രാഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയ വാക്കുകൾ നല്ലപോലെ നോക്കിയിട്ട് വേണം പോകാനുള്ളത്. ഫിലോസഫി, ദർശൻശാസ്ത്ര, ഫിസിക്സ് ഭൗതികി, പൊളിറ്റിക്കൽ സയൻസ് രാജനീതി വിജ്ഞാൻ, റേഡിയേഷൻ വികിരൺ, റേഷ്യോ അനുപാത്, സ്റ്റാറ്റലൈറ്റ്സ് ഉപഗ്രഹ, ഇതും ചോദിച്ചൊരു വാക്കാണ് സ്റ്റാറ്റലൈറ്റ്, ഉപഗ്രഹം, സോഷ്യോളജി സമാജ് വിജ്ഞാൻ, സ്റ്റാറ്റിസ്റ്റിക്സ് സാംഖ്യികി, അതായത് സംഖ്യകളുമായിട്ടുള്ളത്. ട്രേഡ് യൂണിയൻ ശ്രമിക് സംഘ്, അൾട്രാവയലറ്റ് പരാബൈഗനി, വാക്സിനേഷൻ ടീക്കാക്കരൺ, ഈ വാക്കും ചോദിച്ചാണ്. വാക്സിനേഷൻ ടീക്കാക്കരൺ, വൈറസ് ജീവാണു, സുവോളജി ജന്തുവിജ്ഞാൻ അല്ലെങ്കിൽ പ്രാണിവിജ്ഞാൻ എന്നും പറയും. അപ്പം ഇന്ന് നമ്മൾ കുറേ ടെക്നിക്കൽ വേർഡുകൾ മനസ്സിലാക്കി. ഈ ടെക്നിക്കൽ വേർഡുകൾ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ടെക്നിക്കൽ വേർഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. പാരിഭാഷിക ശബ്ദം, അതായത് വിശിഷ്ട മേഖലയിൽ പ്രയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പാരിഭാഷിക ശബ്ദം എന്ന് പറയുന്നത്. പാരിഭാഷിക ശബ്ദത്തിൻ്റെ അർത്ഥസീമ സുനിശ്ചിതമാണ്, അത് പാരിഭാഷിതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട ടെക്നിക്കൽ വേർഡ് അല്ലെങ്കിൽ പാരിഭാഷിക ശബ്ദം എന്താണെന്ന് മനസ്സിലായി. पारिभाषिक शब्द का मतलब है किसी विशिष्ट क्षेत्र में प्रयुक्त विशिष्ट शब्दों को हम पारिभाषिक शब्द कहते हैं. उसकी अर्थ सीमा सुनिश्चित है और पारिभाषित है. ഇതുവരെ ശ്രദ്ധിച്ച എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് പാരിഭാഷിക ശബ്ദമാണ്. പാരിഭാഷിക ശബ്ദം ഏതൊക്കെ മേഖലയിലാണ് പ്രയോഗിക്കുന്നത്, കുറച്ച് പാരിഭാഷിക വാക്കുകളും ശബ്ദങ്ങളും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ പാരിഭാഷിക ശബ്ദം നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ട് വേണം പോകാനുള്ളത്. 8 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പാരിഭാഷിക ശബ്ദങ്ങൾ നിങ്ങൾ നല്ലപോലെ വായിച്ച് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.